തൃശൂർ കലാമണ്ഡലത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീണു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മരം ട്രെയിനിന് മുകളിലേക്ക് വീണത്. ശരത്ത് ഓങ്ങലൂർ ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. ശരത്ത്, വലിയ സംഭവമാണ്. ഭാഗ്യം കൊണ്ട് അപകടം ഒഴിവായി എന്ന് പറയേണ്ടി വരുന്നു. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്? മനു, വലിയ ഒരു ദുരന്തമുണ്ടാകേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ലോക്കോ പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഇന്ന് രാവിലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീഴുന്നത്. ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപത്തുള്ള റെയിൽവേ പാലത്തിന് താഴെ വെച്ചിട്ടായിരുന്നു ഇത്തരത്തിലൊരു അപകടം. ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ്, തിരുനെൽവേലിക്ക് വരുന്ന ജാംനഗറിൽ നിന്ന് വരുന്ന ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ആണ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ട്രെയിനിന് മുകളിലേക്കാണ് മരം വീണത്. എന്നാൽ മരം ട്രെയിനിന് മുകളിലെ വൈദ്യുതി കമ്പിയിലേക്കാണ് ആദ്യം വീണത്. ഇത് മനസ്സിലാക്കിയ ലോക്കോ പൈലറ്റ് പെട്ടെന്ന് തന്നെ ട്രെയിൻ നിർത്തിയതോട് കൂടിയിട്ട് വലിയ ഒരു അപകടം ഒഴിവാവുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് ഇതുവരെയുള്ള ഗതാഗതം ഏതാണ്ട് 1.5 മണിക്കൂറോളം തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. PRT സംഘം എത്തി മരം മുറിച്ചു മാറ്റിയാണ് ഇത്തരത്തിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇതുവരെ ഈ സമയത്ത് ഗതാഗതം മുടങ്ങിയ സമയത്ത് മറ്റു ട്രെയിനുകൾ വഴി തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറെ നേരം 2 പാളങ്ങളിലും ട്രെയിനുകൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. മനു, ഇതാ ഷൊർണൂരിനും വടക്കാഞ്ചേരിക്കും ഇടയിലുള്ള മരങ്ങൾ നിറഞ്ഞ ആ പ്രദേശമാണോ ഈ ഭാഗം? മനു, തീർച്ചയായിട്ടും അതെ. ഷൊർണൂർ കഴിഞ്ഞ് വടക്കാഞ്ചേരി എത്തുന്നതിന് മുമ്പായിട്ട് കലാമണ്ഡലത്തിന് സമീപത്ത് വെച്ചിട്ടാണ് മനു ഇത്തരത്തിലൊരു ഒരു സംഭവം ഉണ്ടാകുന്നത്, അപകടം ഉണ്ടാകുന്നത്. മനു, ഇപ്പോൾ റെയിൽവേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണമോ അതല്ലെങ്കിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വല്ലോ പത്രക്കുറിപ്പോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഈ സംഭവത്തെ കുറിച്ച്? മനു, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള പത്രക്കുറിപ്പുകളൊന്നും നിലവിൽ ലഭ്യമല്ല. ഇത് പ്രദേശത്ത് ഞാൻ ചോദിച്ചത്, ഈ സ്വാഭാവികമായും വൈദ്യുതി ലൈനിലേക്ക് മുകളിലേക്ക് വീഴുമ്പോൾ അതൊക്കെ ഷോർട്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെട്ടോ? മനു, 1.5 മണിക്കൂറോളം നേരം പണിവെട്ടാണ് ഇത്തരത്തിൽ മരം മുറിച്ചു മാറ്റി ഇതുവഴിയുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തത്. ഏതാണ്ട് നമ്മളിതിൽ പ്രധാനമായിട്ടും കാണേണ്ടത് ലോക്കോ പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടൽ. അതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. നമുക്കറിയാം, ട്രെയിനിന് മുകളിലേക്ക് മരം വീഴുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ട്രെയിൻ ഉപയോഗിക്കുന്ന ലൈൻ കമ്പിയിലേക്ക് മുകളിലേക്ക് മരം വീഴുന്നതിനെ തുടർന്നുണ്ടാകുന്ന അപകടം, ഇതെല്ലാം തടയുന്നതിന് ഈ ലോക്കോ പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടലാണ് സഹായിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിലെ മരം മുറിച്ചു മാറ്റിയിട്ടുണ്ട്, ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്, മറ്റു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. മനു, ശരി.